ജയലളിതയുടെ നിര്യാണത്തിൽ തമിഴകം തേങ്ങുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വികാര വായ്പോടുകൂടിയാണ് ജയലളിതയുടെ നിര്യാണത്തെ തമിഴ്നാട്ടുകാർ കാണുന്നത്. പലയിടങ്ങളിലും ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഇപ്പോൾ ഗൂഡല്ലൂരിൽ നിന്നും അനൂപ് KR ചേരുകയാണ് അവിടുത്തെ വിവരങ്ങളുമായി. അനൂപ്, പറയൂ. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ജയലളിതയുടെ നിര്യാണം അതിന് ശക്തമായി തന്നെ വേരോട്ടമുള്ള അതിർത്തി ഗ്രാമങ്ങളെ ശോകസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കിയുള്ള ദുഃഖാചരണമാണ് ഇവിടങ്ങളിൽ ദൃശ്യമാകുന്നത്. നേരത്തെ തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടങ്ങളിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അവരുടെ സംസ്കാര ചടങ്ങുകളെല്ലാം വീക്ഷിക്കുവാൻ വേണ്ടി. അതിർത്തി ഗ്രാമങ്ങളിൽ വലിയ സുരക്ഷയാണ് അവരുടെ നിര്യാണത്തിന് ശേഷം ഒരുക്കിയിട്ടുള്ളത്. കർണാടക, തമിഴ്നാട്, കേരള പോലീസ് അധികാരികൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിന് തമിഴ്നാട്ടിൽ ജില്ലാ പോലീസ് മേധാവികൾ ഓരോ മണിക്കൂർ കൂടുമ്പോഴും പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുമുണ്ട്. പ്രകടനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് വഴിമാറാനുള്ള സാധ്യത ഇവിടങ്ങളിൽ ഏറെയാണ്. വൈകാരികമായി ആളുകളുടെ പ്രതികരണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ മേഖലകളും പ്രത്യേക നിരീക്ഷണത്തിലുമാണ്. AIADMK പ്രവർത്തകർ ശാന്തരാണ്. പല തെരുവുകളിലെല്ലാം അത് സംഘടിച്ചിട്ടുണ്ട്. ദുഃഖത്തിനിടയിലും പക്വതയോടുകൂടി അവർ തെരുവുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ പല രീതിയിലുള്ള ദുഃഖ പ്രകടനങ്ങൾ അവർ നടത്തുന്നുമുണ്ട്. പൂർണ്ണമായും കടകമ്പോളങ്ങളെല്ലാം തന്നെ അതിർത്തി പ്രദേശങ്ങളിലെ നീലഗിരി ജില്ലയിൽ ഉൾപ്പെടെ അടഞ്ഞുകിടക്കുകയാണ്. വാഹനങ്ങൾ ചില സ്ഥലങ്ങളിൽ തടയുന്നുണ്ട്. എന്നാൽ തന്നെ നിരത്തുകളെല്ലാം തന്നെ ഏതാണ്ട് നിശ്ചലമാണ്. ഗതാഗത സംവിധാനങ്ങൾ എല്ലാം നിശ്ചലമായിരിക്കുന്നു. ഇത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഊട്ടി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും നിശ്ചലമാണെന്ന് പറയാം. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുകയാണ്. രാത്രി വൈകിയാണ് ജയലളിതയുടെ നിര്യാണ വിവരം പുറത്തു വന്നതെന്ന് തന്നെ ജനങ്ങൾ പുലർച്ചെ തന്നെ ഗ്രാമങ്ങളിൽ കൂട്ടമായി ഒത്തുകൂടുന്ന കാഴ്ച കാണാം. ഊട്ടിയിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്ററോളം അകലെയാണ് ജയലളിതയുടെ വേനൽക്കാല വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ജില്ലയിലെ കോത്തഗിരിക്കടുത്ത് കോടഞ്ഞാട് എന്ന സ്ഥലത്ത്. ഇവിടെ അവർ പതിവായി വിശ്രമ ജീവിതത്തിനും മറ്റും വരാറുണ്ട്. 400 ഏക്കറോളം വരുന്ന ടീ പ്ലാന്റേഷനാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള തൊഴിലാളികൾക്ക് വളരെ വൈകാരികമായ ഒരു അടുപ്പമാണ് അവരോട് ഉണ്ടായിരുന്നതെന്നാണ് ഇവിടുന്ന് തൊഴിലാളികൾ നമ്മളോട് പറയുന്നത്. ഏതായാലും ഈ വാർത്ത വിശ്വസിക്കാൻ അവർ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു വാസ്തവം. DMK-ക്ക് സ്വാധീനമുള്ള ഗൂഡല്ലൂരിൽ പോലും ശോകമൂകമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. തോട്ടം തൊഴിലാളികൾ ഏറെയുള്ള പ്രദേശങ്ങളിൽ തോട്ടം തൊഴിലാളികളാണ് ഇവിടെ ഏറെയും ഉള്ളത്. തമിഴ്നാട് സർക്കാരിന്റെ വിവിധങ്ങളായ ജനക്ഷേമ ഗുണം അനുഭവിച്ചവരാണ് പലരും. നമ്മളെല്ലാം അവരുടെ വീടുകളിലെല്ലാം പ്രായഭേദമന്യേ എല്ലാവരും ദുഃഖിതരായിരിക്കുന്നത് കാണാം. തെരുവുകളിൽ വണ്ടികൾ ഇപ്പോഴും ഗൂഡല്ലൂർ ഉൾപ്പെടെ തടയുന്നൊക്കെയുണ്ട്. ഇവിടെയും കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. ജയലളിതയുടെ വലിയ ബാനറുകളും ചിത്രങ്ങളും ഒക്കെയായി നഗരങ്ങളിൽ പ്രവർത്തകർ കൂട്ടമായി എത്തുകയും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖഭരിതമായ ഈ ദിവസം പ്രാർത്ഥനകളും ഉപവാസവും ഒക്കെയായി കഴിച്ചുകൂട്ടുവാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. വിദ്യാലയങ്ങൾക്ക് അവധിയാണ്. വരുന്ന ഒരു വാരം ദുഃഖാചരണവുമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയോടുള്ള സ്നേഹം അതീവ ദുഃഖത്തോടെ ഈ മേഖലകളെല്ലാം പ്രകടമാണ്. തെരുവുകളിൽ പൊതുയോഗങ്ങളും മറ്റും സംഘടിപ്പിക്കുകയാണ് അവരുടെ AIADMK പ്രവർത്തകർ. ശരി, അനൂപ് KR ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തിൻ്റെ തമിഴ്നാടിൻ്റെ എല്ലാ ഇടങ്ങളിലും വലിയ വികാര വായ്പോടുകൂടിയാണ് ഈ നിര്യാണത്തെ അന്നാട്ടുകാർ കാണുന്നത്. സുനിൽ അരുമാനൂർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സുനിൽ, എങ്ങനെയാണ് പൊതുവെ തമിഴ്നാട്ടിൽ ഈ മണിക്കൂറുകളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ? സുരാജ, ഇപ്പോൾ 11 കടക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു ജനസഞ്ചയം പോലീസിന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇനി അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രധാന കവാടങ്ങളിലൊക്കെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമാണ്. വിലപിക്കുന്ന സ്ത്രീകളെ കാണാം നമുക്ക്. അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ, അതിനപ്പുറത്ത് സാധാരണക്കാർ ഒരു നോക്ക് കാണാൻ പോലും പറ്റാതെ ഈ ക്യൂവിനകത്ത് നിന്ന് മടങ്ങുന്ന കാഴ്ചയും ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വെങ്കയ്യ നായിഡു അടക്കമുള്ളവർ ഈ മൃതദേഹ ശരീരത്തിനടുത്ത് തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി എത്തിച്ചേരും എന്നുള്ളതാണ്. 11:30 തന്നെ സംസ്ഥാനത്ത് നിന്നുള്ള മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ചെന്നൈയിലേക്ക് തിരിക്കും. അവർ 12:30 മണിയോടുകൂടി തന്നെ ആദരാഞ്ജലി അർപ്പിക്കാനായി ഈ രാജാജി ഹാളിന് മുന്നിലായി എത്തിച്ചേരും എന്നുള്ളതാണ്
വരുന്നത്. ഓരോ ആളുകളും തങ്ങളുടെ പ്രിയ അമ്മയെ അല്ലെങ്കിൽ തലൈവിയെ കണ്ട് മടങ്ങുമ്പോൾ അവരുടെ ഒരു ദുഃഖം അവർ അറിയാതെ തന്നെ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് വിലപിക്കുന്ന തരത്തിലേക്ക് അവർ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ദുഃഖം, തങ്ങളെ അമ്മ വിട്ടുപോയിരിക്കുന്നു എന്നുള്ള ആ ദുഃഖം എല്ലാവരുടെയും മനസ്സിൽ അവിടെ തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ആ ദൃശ്യം നമുക്ക് കാണാം, ആളുകളെ കൊണ്ട് അതിനകത്ത് നിറഞ്ഞിരിക്കും. നമ്മൾ പറയുന്ന പോലെ സൂചി വീഴാൻ പോലും സ്ഥലമില്ലാത്ത തരത്തിലുള്ള ആളുകളെന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ജനസഞ്ചയം ഇതിനകത്തേക്ക് ഇരച്ചു കയറുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള മണിക്കൂറുകൾ തീർച്ചയായും ഇവിടുന്ന് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര MGRനെ അടക്കം ചെയ്തിട്ടുള്ള ആ ബീച്ചിലേക്ക്, മറീന ബീച്ചിലേക്ക് പോകുന്നതിനുള്ള ഒരു കാഴ്ച, അത് ഇതിനേക്കാൾ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരിക്കും. ഒന്നടങ്കം സാധാരണക്കാരായുള്ള ജനത ഏറെയുള്ള തമിഴ്നാട്, തമിഴ് ജനത ഒന്നടങ്കം വിട നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും. ആരെയുടെ കണ്ണുകളിലും ഈറനണിയിക്കുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ ചെന്നൈ നഗരത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതിനകത്തേക്ക് ഇനി കടത്തിവിടാൻ പറ്റാത്ത തരത്തിൽ, കാരണം പല ആളുകളും കണ്ടു മടങ്ങാതെ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം, പോലീസിന് തന്നെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ, അപകട സാധ്യതകൾ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അല്പം മുമ്പ് കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പനീർസെൽവം തന്നെ ഈ ഒരു തിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ നിർദ്ദേശം തന്നെ കൊടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു സുരക്ഷാ കവചം ഒരുക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ പോലീസിന് വലിയ രീതിയിലൊരു ഈ ജനങ്ങൾക്കിടയിലേക്ക് ഒരു തള്ളൽ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. നേരത്തെ തന്നെ ഈ ഒരു മരണത്തിൽ മനം നൊന്ത് 3 പേർ ആത്മഹത്യ ചെയ്ത സംഭവം ചെന്നൈയിലുണ്ടായിരിക്കുന്നു. വിരുദനഗർ സ്വദേശി രാമചന്ദ്രനും വേലൂർ സ്വദേശി പേരരശ്, തൃച്ചി സ്വദേശി പഴനിച്ചാമി എന്നിവരാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് എന്ന വാർത്തയും നമുക്ക് തമിഴ് മണ്ണിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ, അതായത് ഭരണാധികാരിയായിരുന്നപ്പോൾ ചില പരാമർശങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളിൽ ചില പ്രശ്നങ്ങൾ വന്നതിലൂടെ ഉണ്ടായ അപഖ്യാതിയൊക്കെ അവർ തുടർന്നുള്ള 2 ടേമുകളിൽ അത് വളരെ അകലത്തിലേക്ക് ഓടിച്ച് അവർ ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ മനസ്സിലേക്ക് ചിരപ്രതിഷ്ഠ നേടുന്ന തരത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളുമായി താഴെത്തട്ടിലെത്തി എന്നുള്ളത് ജയലളിതയ്ക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഏകാധിപതി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും മറ്റുള്ളവർ എന്തുകൊണ്ട് അവരെ ഓവർകം ചെയ്ത് വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അതിന് മറുപടിയായി നിലനിൽക്കുന്നത്. കാരണം അവരുടെ കർമ്മശേഷി, അവരുടെ ഒരു പെൺ നേതാവ് എന്നുള്ള നിലയിൽ അവർ ഇത്രയുമധികം തട്ടുകൾ കടന്ന്, ഒരുപാട് വെല്ലുവിളികൾ കടന്ന് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അവരുടെ ഒരു പാർട്ടിയെ തന്നെ അവർ കൈകളിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, അതൊക്കെ ജനങ്ങൾ ഓർമ്മിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നത്. സുരരാജ്. ശരി, 10,000ങ്ങളാണ് ഇപ്പോൾ ജയലളിതയെ അവസാനമായി ഒരു നോക്ക് ദർശിക്കാനായി രാജാജി ഹാളിന് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സുനിൽ അരുമാനൂർ ചേരുകയാണ് തമിഴ്നാട്ടിലെ സംഭവ വികാസങ്ങൾ വിവരിക്കാനായി ഒരിക്കൽ കൂടി. സുനിൽ, ഇന്നലെ ആദ്യം വൈകിട്ടോടുകൂടി ജയയുടെ മരണവാർത്ത ചില തമിഴ് ചാനലുകൾ നൽകുകയും അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ അവസരത്തിലൊക്കെ വലിയ തോതിലുള്ള വികാര പ്രകടനങ്ങളാണ് അണികളിൽ നിന്നും തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ ഈ സമയം വരെ 4 പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ളൊരു പ്രത്യാഘാതം തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളമായി ജയലളിതയുടെ നിര്യാണം ഉണ്ടാക്കി തീർക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? സുരാജ്, ഇത്തരം കാര്യങ്ങൾ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാവുന്ന കാര്യങ്ങളല്ല. കാരണം അതുതന്നെയാണ് തമിഴ് ജനതയുടെ പ്രത്യേകിച്ചുള്ള ആ ഒരു വികാര നിർഭരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം ഇന്നലെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇന്നലെ തമിഴ് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴേ ചിലപ്പോൾ ജയലളിതയുടെ അന്ത്യം സംഭവിച്ചിട്ടുണ്ടാകാം. അത് ഇത്തരത്തിലുള്ള വികാര നിർഭരമായിട്ടുള്ള നിമിഷങ്ങൾ, അല്ലെങ്കിൽ അടക്കാനാവാത്ത ദുഃഖം അണപൊട്ടുമ്പോൾ അത് മറ്റൊരു തരത്തിൽ പ്രതിഷേധമായി മാറില്ലേ എന്നുള്ള ഒരു ആശങ്ക അവർക്കിടയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് രാത്രി 12
12:30 മണി വരെ നീട്ടിവെച്ചുകൊണ്ട് 11:30-ക്ക് ഡെത്ത് കൺഫർമേഷൻ ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ 12:30 മണിയാകുന്നത് വരെ കാത്തിരിക്കുകയും അതിനുശേഷം തന്നെ തകൃതിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്ത ഒരു കാര്യവുമായി കൂട്ടിയോജിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. കാരണം നേരം പുലരുകയാണെങ്കിൽ ഇതിനുശേഷം ഉണ്ടാകാവുന്ന ഇവിടുന്ന് ഈ ശരീരം തന്നെ ഭൗതിക ശരീരം തന്നെ ഇവിടെ പൊതുദർശനത്തിന് കൊണ്ടുവരാനുള്ള ഒരു സാങ്കേതിക തടസ്സവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കണക്കിലെടുത്ത് തന്നെ പുലർച്ചെ തന്നെ എല്ലാ നടപടികളും പൂർത്തിയാക്കി തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് പൊതുദർശനം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും ജനസഞ്ചയം ഇവിടേക്ക് വന്നു ചേരുന്ന ഒരു കാര്യം. ഇതൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ വളരെ അധികം സ്നേഹത്തിൻ്റെയൊക്കെ ഒരു പാത്രമായിരുന്ന ഒരു ഭരണാധികാരിയുടെ അന്ത്യത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ജയലളിത താഴെത്തട്ടിലേക്ക് ചെല്ലുമ്പോഴായാലും ഏത് മേഖലയിലേക്ക് അവരുടെ ഒരു സാന്നിധ്യം, കാരണം ശത്രുക്കൾ പോലും അവരെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഏകാധിപതി എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും അവരുടെ ഭരണ പ്രക്രിയകളെ ഒക്കെ അംഗീകരിക്കുന്ന ഒരു തരത്തിലാണ്. കാരണം അവരുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തികൾ ഒരിക്കലും എതിർത്തുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്നൊരു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ പുതിയ പദ്ധതികൾ ഓരോന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവരുടെ നിലപാടുകൾ വളരെ സ്വാഗതാർഹമായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിനകത്തുള്ളവർ പോലും അത് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും അവർ അടക്കം പറയുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അത് തന്നെയാണ് അവരുടെ ഈ അവസാന നിമിഷത്തിലും അവർക്ക് കിട്ടുന്ന ഈ അന്ത്യാഞ്ജലിയുടെ ആഴം എന്ന് പറയുന്നത്. അവരുടെ മുന്നിൽ അവരുടെ ശരീരം കണ്ട് അവസാനമായി ഒരു നോക്ക് കണ്ടുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ കാലുകളിൽ വീണ് പൊട്ടിക്കരയുന്ന ആളുകളുടെ ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിയന്ത്രണ അതീതമായിട്ടുള്ള ജനങ്ങളാണ്, അല്ലെങ്കിൽ സാധാരണക്കാരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ കണ്ടുനിന്ന് ഒട്ടേറെ ജനസഞ്ചയം വന്നു കഴിഞ്ഞു. കാരണം നേരത്തെ നമ്മൾ കാണുമ്പോൾ തന്നെ രാജാജി നഗർ ഈ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ടൊരു വന്നു പോകാനായുള്ള വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ വഴിയിൽ പോലും ഈ VIP ഒക്കെ കടന്നു പറഞ്ഞ ആ വഴിയിൽ പോലും ആളുകൾ ഇരിക്കുന്ന ഒരു തറയിൽ തന്നെ ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്ത് 30 മീറ്റർ അകലെയാണെങ്കിലും ജനങ്ങൾ ഒരു നോക്ക് കാണാനായി വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പോലീസ് അവരെ കൊണ്ട് കഴിയുന്നതിനപ്പുറത്ത് ഉള്ള പ്രവർത്തനങ്ങളുമായി ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്നു, നിയന്ത്രണ വിധേയമാകുമോ എന്നുള്ളതും നമുക്ക് ചിത്രങ്ങളിൽ നിന്ന് ആശങ്കയാണ്. അതിനിടയിൽ പറഞ്ഞു വെക്കുന്ന കാര്യമാണ് അവരുടെ ഈ അടക്കാനാവാത്ത ദുഃഖവും അവരുടെ വികാര പ്രകടനമൊക്കെ വരുന്നത് 4 പേരുടെ ആത്മഹത്യ എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നലെ തമിഴ് ചാനലുകൾ ഡിക്ലെയർ ചെയ്ത ഒരു സമയത്താണ് അത് മരണം ഡിക്ലെയർ ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആശുപത്രിക്ക് നേരെ തന്നെ ആക്രമണം ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രവർത്തകരും സാധാരണക്കാരുമൊക്കെ ചിലപ്പോൾ അവരെ വഴിവിട്ട പ്രവർത്തനത്തിലേക്ക് തന്നെ പോകും എന്നുള്ളത് ഒരു സൂചന തന്നെയാണ്. ഇന്നലെ ആ വാർത്ത വന്നപ്പോൾ തന്നെ 5 മണിക്ക് ആ വാർത്ത വന്നപ്പോൾ തന്നെ ഉണ്ടായത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അത് ഇപ്പോഴും ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി എത്തിച്ചേരും. പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തൊട്ടു മുമ്പ് തമിഴ്നാട് ഗവർണർ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ, DGP അടക്കമുള്ളവർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരൊക്കെ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. സിനിമാ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. അവരൊക്കെ പ്രതികരിക്കുമ്പോൾ, മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ തന്നെ അവർ വിതുമ്പിക്കൊണ്ട് പ്രതികരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. സ്വരാജ്, ഈ ജനസഞ്ചയത്തിന് മുമ്പിൽ ഒന്നും പറയാനാവാത്ത നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടി ശാരദ ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ദൃശ്യങ്ങൾ നമുക്കത് കാണാം. അതുപോലെ ഏത് സിനിമാ മേഖലയായാലും ശരി, അവരുടെ പ്രവർത്തന മേഖലയിലുള്ള ബഹുമുഖ പ്രതിഭ എന്നുള്ള തരത്തിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം പിടിച്ചു വാങ്ങിയ ഒരു നേതാവ്, ഒരു സിംഹം തന്നെ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരി, സുനിലേക്ക് വരാം.